ലാസ്റ്റ് ആയിട്ട് ഷോപ്പിങ്ങിന് വില പേശി വാങ്ങിയത് എവിടെ? പുള്ളി എന്തായാലും ചെയ്തിട്ടുണ്ടായിരിക്കും. ഞാൻ മറ്റേ റൗണ്ട് കഴിഞ്ഞല്ലേ? സത്യം പറഞ്ഞാൽ മതി കേട്ടോ, ഞാൻ അയ്യോ ബെസ്റ്റ്. കഴിഞ്ഞ ആഴ്ച ഞാനിപ്പോ ഇപ്പൊ ഗോവ പോയില്ലേ, അല്ലാണ്ട് നമ്മുടെ നാട്ടിലിപ്പോ എല്ലാം പ്രൈസ് ടാഗ് ഇട്ട് കൃത്യം വിലയായിരിക്കും. അവിടെ ചെന്നിട്ട് H&M ചെന്നിട്ട് ഇത് ഇത്തിരി കൂടുതലല്ലേ, കുറക്കില്ലല്ലോ, അത് കുറക്കാൻ പറ്റില്ല. ലുലു മോളിൽ പോയിട്ട് അങ്ങനെ പറയാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് ഗോവ ചെന്നിട്ട് എന്തോ സാധനങ്ങൾ മേടിക്കാൻ നേരത്തെ അവിടെ നിന്ന് വിലപേശി മേടിച്ചു. വെറുതെ വലിയ വലിയ ഷോപ്പുകളിൽ നമുക്ക് വില പാവം പിടിച്ചവന്മാരുടെ പോക്കറ്റിനെല്ലാം കയറ്റി വരാൻ പറ്റുള്ളൂ. അല്ല അങ്ങനെ ഭയങ്കര പേശ ഉണ്ടായിരുന്നില്ല. അവരെന്തോ 500 രൂപ, ഞാൻ 300 രൂപ തരാന്ന് പറയാം. അപ്പൊ എനിക്ക് പേശാനങ്ങനെ അറിയില്ല. കാരണം ചുമ്മാ പറഞ്ഞ അടിച്ചു നോക്കി, അതിൽ വർക്കായി, അതിൽ തന്നെ മേടിച്ചിട്ട് പോകുന്നു. ഇതുപോലെ തന്നെ ഞങ്ങൾ പറഞ്ഞില്ല, കഴിഞ്ഞ ഒരു 1-1.5 ആഴ്ച ആയിട്ടുള്ളൂ ഞാൻ ഫാമിലിക്കായിട്ട് ശ്രീലങ്ക പോയി വന്നിട്ട്. അപ്പൊ അവിടെ വെച്ചാൽ വില പേശാൻ നമുക്ക് പെട്ടെന്ന് വില പേശാൻ തോന്നും. കാര്യം ഇവിടുത്തെ 1 രൂപ എന്ന് പറഞ്ഞാൽ അവിടുത്തെ 4 രൂപയാണ്, 3.25 രൂപ കൊണ്ടാണ്. അപ്പൊ പെട്ടെന്ന് ചെറിയ സാധനം 4,500 രൂപ 4,500 രൂപ, നിങ്ങൾ എന്താ പറയുക, 100 രൂപ എന്ന് പറഞ്ഞാൽ അല്ല, അങ്ങനെ ഈ കൺവേർഷൻ ചെയ്ത. പക്ഷെ എന്നാലും അവിടെ 4,500 രൂപ എന്ന് പറയുന്നത് ഡിവൈഡഡ് ബൈ 4 ആണ്. അപ്പൊ അങ്ങനെയൊക്കെ എന്താ പറയാ, അങ്ങനെ ഭയങ്കരമായിട്ട് വില പേശാറുമില്ല. കാര്യം എന്താ വെച്ചാല്, വില പേശി കുറച്ച് മേടിക്കണമെങ്കിൽ എന്തെങ്കിലും വലിയ വിലയുടെ സാധനമൊക്കെ ആയിരിക്കണം. അത് വലിയ അവിടെ ഒന്നും പോയി വില പേശാൻ പറ്റുകയില്ല. പിന്നെ ഈ പാവം പിടിച്ച ആൾക്കാരുടെ ഈ 50 രൂപ 100 രൂപയൊക്കെ വില പേശി മേടിക്കണം, അത് മോശമല്ലേ? നമ്മൾ അപ്പുറത്ത് അത് പോയി മേടിച്ചിട്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനെ പറയുന്നതിലൊരു ഔചിത്യക്കുറവുണ്ട് എന്നുള്ള കാരണം കൊണ്ട്. എന്നാലും ഭയങ്കര ഓവർ പ്രൈസ്ഡ് ആയിട്ട് ഇപ്പൊ ഈ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അവര് കൂട്ടി പറയും, ആദ്യം തന്നെ കൂട്ടി പറയാം. അപ്പൊ പറയാം അതല്ല, ഇതിന് പറ്റുന്നൊരു പൈസ പറയാം എന്ന് പറഞ്ഞിട്ട് നമ്മള് ഒരുപാട് അങ്ങോട്ട് അവരെയും വെറുപ്പിക്കാതെ നമുക്കും ബാക്കി അല്ല, ഒരുപാട് അങ്ങോട്ട് വെറുപ്പിക്കാതെ നമുക്കും വലിയ നഷ്ടമില്ലാത്ത രീതിയിൽ പറഞ്ഞ്. അല്ല, ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് പൈസ ചെലവാക്കുന്ന ആളല്ല, പിശുക്കനാണ്. പക്ഷെ അത് അവസാനമായിട്ട് ബിവറേജസിൽ പോയത് എപ്പോഴാണ്? പോയി എന്തെങ്കിലും ക്യൂ നിന്ന് മേടിച്ചിട്ടുണ്ടോ? ക്യൂ നിന്ന് മേടിച്ചില്ല. ഞങ്ങൾ ആക്ച്വലി ഹണിബി പടത്തിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് ഇവിടുന്ന് ജീനൊരു ഐഡിയ ആയിരുന്നു. ഇവിടുന്ന് നമുക്ക് കൊച്ചിയിൽ നിന്ന് നമുക്ക് മേളിലേക്ക് മറ്റേ മലബാർ സൈഡ് മേളിലൊക്കെ പോണ വഴി പല മെയിൻ ഡെസ്റ്റിനേഷൻസിലെ ബിവറേജസിൽ ചെന്നിട്ട് ഹണിബി മേടിക്കുന്നു, അതിന്റെ കുറച്ച് ഷോർട്സ് അങ്ങനെ എടുത്തിട്ട് പോവാ, ഓരോരോ സ്ഥലങ്ങൾ. അല്ലാത്ത ഐഡിയ പോയിട്ടില്ല. ഇല്ലില്ല, ഞാൻ പോയിട്ടില്ല. ഇല്ല, ആരെങ്കിലും വിടുള്ളൂ. അതായിരിക്കാം, പക്ഷെ ഞാൻ പോയിട്ടില്ല. പക്ഷെ എന്നിട്ട് ഇങ്ങനെ പോയിട്ട് മലപ്പുറത്ത് ഏതൊരു സ്ഥലത്ത് ഇതേ സംഭവം തന്നെ നടന്നു. അപ്പൊ ഞാൻ വണ്ടി ഓടിക്കുന്നു, നമ്മുടെ അസോസിയേറ്റ് നിതിൻ ചേട്ടൻ മറ്റേ ഡയറക്ടറായിട്ട് നിൽക്കുന്നു, ഫായ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു അസിസ്റ്റന്റ് ക്യാമറ, പുള്ളി ക്യാമറമാനായിട്ട് നിൽക്കുന്നു. ഇപ്പൊ ഫായ് ക്യാമറമാനാണ്. അവരവിടുന്ന് എടുക്കുന്നു. അപ്പൊ ഞാനിപ്പോ നമുക്ക് നല്ല ബിവറേജിന്റെ ഇതിന് സ്റ്റിക്കർ വിളിച്ചിട്ട് ഒട്ടിച്ചു വെച്ചേക്കുന്ന വലിയൊരു ബോർഡ്. അപ്പൊ ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഞാൻ ഫായ്, നമുക്ക് ആക്ച്വലി ഇതിനകത്തൊരു വൈഡും കൂടി ഇട്ട് നല്ല ഭംഗിയുണ്ടാകും, ഞാൻ എടുത്തിട്ട് അതിനെ എടുക്കാൻ വേണ്ടി ചെന്നു. തിരിച്ചു വരുമ്പോ കാണുന്നത് ഇവര് രണ്ടുപേരും എയറിൽ നിൽക്കുക, ക്യാമറ എറിയുന്നു.